നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരച്ഛൻ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് ഒന്നുമാകാതെ തളർന്നു വന്നിരിക്കുക. അങ്ങനെയുള്ള ഈ കിളവനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ധൈര്യം പകരാനോ ഒരു മക്കള് പോലും ഇല്ലാതായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാ പോരാ, മക്കളെയൊക്കെ ഒരുപോലെ കാണണം. അവരോട് ന്യായമായിട്ട് പെരുമാറണം. ശരി, അച്ഛൻ ന്യായം ഒന്നും കാണിച്ചില്ല. ഇവരിതുവരെ എന്ത് ന്യായമാ അച്ഛനോട് കാണിച്ചിട്ടുള്ളേ? ചോദ്യം പ്രകാശനോടും കൂടിയാ. എന്ത് ന്യായമാ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ളത്? എന്ത് സഹായമായി നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളേ? ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ ഈ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാൻ നിങ്ങളോടൊക്കെ നീതിയും ന്യായവും മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നോട് കാണിച്ച ദ്രോഹമൊന്നും ഞാൻ മറന്നിട്ടില്ല. വിളിച്ച് പറയണോ ഞാൻ അതൊക്കെ? മനോജന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോ അവന് മാത്രം പണം കൊടുത്ത് സഹായിക്കുന്നത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അതും നീതിയിൽപ്പെടുന്ന കാര്യം തന്നെയാ. ആ പണം അവൻ തിരിച്ചു തരുമ്പോ അത് മക്കൾക്കായി വീതിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സ്വന്തമായൊരു വീടുണ്ടാക്കാൻ ഞാൻ വിനിയോഗിക്കും. അതുകൊണ്ട് ആ പണത്തിന്റെ വിഹിതം ചോദിച്ചുകൊണ്ട് വസന്ത ഇങ്ങോട്ട് വന്നേക്കരുത്. വസന്ത എന്നല്ല, ആരും വന്നേക്കരുത്. ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഒരു നല്ല കാര്യമെങ്കിലും എനിക്ക് ചെയ്യണം. കിട്ടാനുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി പൊക്കൂടെ? മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വേണ്ട, അച്ഛന്റെ വാക്ക് കേട്ടപ്പോ തന്നെ വയറ് നിറഞ്ഞു. ഒന്നും വേണ്ട. ഇനി ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും ഞാൻ കുടിക്കത്തില്ല. വാശി പിടിക്കാതെ മോളെ. നീ വരുമെന്ന് അമ്മയ്ക്കറിയില്ലേ? നിനക്കിഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം അമ്മ ഒരുക്കിയിട്ടുണ്ട്. ചക്കത്തോരനും ചക്കാവിയലും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും എല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന കട്ടത്തൈരുണ്ടോ? മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ചു കൊല്ലും. ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാതെ വന്ന് വിളമ്പിത്താന്നൂനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തനിയെ പോയി വിളമ്പിക്കോളാം. നീ ആണെങ്കിലേ കുറച്ചേ വിളമ്പി തരുള്ളൂ. ആരെന്തൊക്കെ ചെയ്താലും ക്ഷമിക്കുന്ന കോടതി തന്നെ അമ്മ. അമ്മയ്ക്ക് സമ അമ്മ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.